വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പോ അല്ലെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമോ കമ്പനിയായിട്ട് മാറുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? നമ്മൾ അവിടെ പെട്ടെന്ന് തന്നെ ഓർത്തിരിക്കാൻ പറ്റുന്ന കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ തിരിച്ച് ദാറ്റ് മീൻസ് എ കൺവേർഷൻ ഓഫ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓർ അൺലിസ്റ്റഡ് കമ്പനി ഇൻ ടു LLP. അതായത് നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു അൺലിസ്റ്റഡ് കമ്പനിയോ ഏതാവുകയാണ്? LLP ആവുകയാണ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ആവുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ ടാക്സിന്റെ ട്രീറ്റ്മെന്റും ബെനിഫിറ്റും കാര്യങ്ങളും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കി, ട്രാൻസാക്ഷൻ നോട്ട് റിഗാർഡഡ് ആസ് ട്രാൻസ്ഫർ ഫോർ ദ പർപ്പസ് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ. അതായത് ഇങ്ങനെ ഒരു കൺവേർഷൻ എന്ന് പറയുന്നതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നോക്കി, കണ്ടീഷൻസും താഴെ പറയുന്നുണ്ട്. സോ ആദ്യം എന്തൊക്കെയാണ് നമുക്ക് എക്സംഷൻ എന്നുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? എ ക്യാപിറ്റൽ അസറ്റ് ഓർ ഇൻടാഞ്ചിബിൾ അസറ്റ് ബൈ എ പ്രൈവറ്റ് കമ്പനി ഓർ അൺലിസ്റ്റഡ് കമ്പനി ടു എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. മനസ്സിലായി? ഒരു ക്യാപിറ്റൽ അസറ്റ് ഉണ്ട്, അതായത് ഏതിന്റെ പേരിൽ? പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെയോ അൺലിസ്റ്റഡ് കമ്പനിയുടെയോ പ്രൈവറ്റ് കമ്പനിയുടെയോ പേരിനകത്തുള്ള ഒരു ക്യാപിറ്റൽ അസറ്റ് ഏതിലോട്ടാവുകയാണ്? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലോട്ടാവുകയാണ്. നമ്പർ 1. ആൻഡ് നമ്പർ 2, എ ഷെയർ ഹെൽഡ് ഇൻ ദ കമ്പനി ബൈ എ ഷെയർ ഹോൾഡേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് കൺവേർഷൻ ഓഫ് ദ കമ്പനി ഇൻ ടു എ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. മനസ്സിലായി? സോ ആ കമ്പനിക്കകത്തുള്ള ക്യാപിറ്റൽ അസറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡറിന്റെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയും നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ ട്രാൻസ്ഫർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അണ്ടർ ദ കണ്ടീഷൻ ദാറ്റ്, നോക്കി, ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ എളുപ്പമാണ്. ഓൾ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ കമ്പനി ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ കൺവേർഷൻ ബിക്കം ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ LLP. കമ്പനിയുടെ അസറ്റ് ലൈബിലിറ്റി എല്ലാം ഏതാവണം? LLPയുടെ അസറ്റ് ലൈബിലിറ്റി ആവണം. And the second one, all the shareholders of the company immediately before the conversion become the partners of the LLP and their capital contribution and profit sharing ratio in the LLP are the same proportion as they are holding the company on the date of conversion. അവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അവിടെ എന്താ പറഞ്ഞേ? പാർട്ണർഷിപ്പിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പുതിയ കമ്പനിയുടെ ഷെയർ കിട്ടണം. അതേപോലെ തന്നെയാണ് ഇവിടെയും പറയണേ. മനസ്സിലായോ? എങ്ങനെയാ? അവരുടെ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഷെയർ ഹോൾഡറിന്റെ പാറ്റേൺ എത്രയാണോ അതേ പാറ്റേൺ അല്ലെങ്കിൽ ആ രീതിക്ക് തന്നെ അവർക്ക് ഏത് കിട്ടണം? LLPയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്ന സാധനം പറഞ്ഞു. And the third one, the shareholders of the company do not receive any consideration or benefit other than by way of share in the profit and the capital contribution in the LLP. അതായത് ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സിന് അവിടുന്ന് തിരിച്ച് കൺസിഡറേഷൻ ആയിട്ട് കിട്ടുന്നത് ഏതായിരിക്കണം? ഈ പറയുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റലിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിരിക്കണം. ആൻഡ് the aggregate of the profit sharing ratio of the shareholders of the company in the LLP shall not be less than 50% at any time during the period of 5 years from the date of conversion. അവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. എങ്ങനെയാ? കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു, അവർക്ക് ഈ പറയുന്ന പുതിയ LLPയുടെ 50% ഷെയർസ് വേണം. മനസ്സിലായി? അത് എത്ര വർഷത്തേക്ക് വേണം? 5 വർഷത്തേക്ക്. ദാറ്റ് മീൻസ് അവിടെ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആയിട്ട് കിട്ടുന്നത് 5 വർഷത്തേക്ക് ലോക്ക് ഇൻ പീരീഡ് ആണ്. അത് പിന്നീട് ചേഞ്ച് ചെയ്യാൻ പാടില്ല. മനസ്സിലായി? സോ നോക്കി, ഈ പറയുന്ന 4 നമുക്കൊരു കോമൺ കണ്ടീഷൻസ് ആയിട്ട് പറയാം. ഏതിനകത്ത് പറഞ്ഞതുപോലെ തന്നെ അവിടെ നേരത്തെ പഠിച്ച അല്ലെങ്കിൽ നേരത്തെ ചെയ്ത 2 വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്നത് പോലുള്ള കോമൺ ആയിട്ടുള്ള കേസായിട്ടാണ് നമുക്ക് കാണാം. പക്ഷേ ഇനി പറയുന്നത് 3 എന്ന് പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ് അല്ലെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, the total sales, turnover or gross receipts in the business of the company in any of the 3 preceding the previous year in which the conversion take place does not exceed 60 lakhs. That means ഈ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 പ്രീവിയസ് ഇയറിൽ ഒരു വർഷം പോലും അവരുടെ ആനുവൽ ടേൺ ഓവർ അല്ലെങ്കിൽ ഗ്രോസ് റെസീപ്റ്റ്സ് എന്ന് പറയുന്ന സാധനം, സെയിൽസ് എന്ന് പറയുന്ന സാധനം എത്രയും മുകളിൽ പോകരുത്? 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകരുത്. 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോവാം, കുഴപ്പമൊന്നുമില്ല, പോയിട്ട് കൺവേർഷൻ നടത്താം, അതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവിടെ എന്ത് കയറി വരും? ടാക്സ് ലയബിലിറ്റി കയറി വരും. മനസ്സിലായോ? അതേപോലെ തന്നെയാണ് അടുത്ത കണ്ടീഷനും പറയുന്നത്. ഓക്കെ, ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ അസറ്റ്സ് ആസ് അപ്പിയറിംഗ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദ കമ്പനി ഇൻ എനി ഓഫ് ദ 3 പ്രീവിയസ് ഇയർ പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് ദ കൺവേർഷൻ ടേക്ക് പ്ലേസ് ഡസ് നോട്ട് എക്സീഡ് 5 crore. മനസ്സിലായി? ഇതേപോലെ തന്നെയാണ് പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 പ്രീവിയസ് ഇയറിൽ ഓക്കെ ഒരിക്കൽ പോലും നമ്മുടെ ടോട്ടൽ അസറ്റ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയും മുകളിൽ പോകരുത്? 5 കോടിക്ക് മുകളിൽ പോകരുത്. സോ ചുരുക്കം പറഞ്ഞാൽ സെയിൽസ് 60 ലക്ഷത്തിന് മുകളിലും 3 വർഷങ്ങളിൽ ഉണ്ടാവുന്ന നമ്മുടെ അസറ്റ്, ബാലൻസ് ഷീറ്റിനകത്ത് കാണിക്കുന്ന അസറ്റ് 5 കോടി രൂപയ്ക്ക് മുകളിലും പോകരുത്. പോയാൽ നേരത്തെ പറഞ്ഞതുപോലെ പോയാൽ കൺവേർഷൻ നടത്താം, പക്ഷേ ഈ പറയുന്ന എന്ത് കിട്ടില്ല? ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടില്ല. ആൻഡ് ദ ലാസ്റ്റ് വൺ, no amount is paid directly or indirectly to any partner out of the balance of accumulated profit standing in the accounts of the company on the date of conversion for a period of 3 years from the date of conversion.
അതായത് കമ്പനി LLP ആവുന്ന നേരത്ത് കമ്പനിയുടെ പിയാണ്ടലിനകത്ത് എന്ത് കിടപ്പുണ്ടാവും? തീർച്ചയായിട്ടും നോക്കി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് കിടപ്പുണ്ടാവും അല്ലെ. അത് അടുത്ത 3 വർഷങ്ങളിൽ കൺവേർഷൻ കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ അതിനെ ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാൻ പാടില്ല. മനസ്സിലായി? സോ ആദ്യത്തെ 4 പറഞ്ഞത് കോമൺ കണ്ടീഷൻസ് ആണ്, ജനറലി എല്ലാത്തിനകത്തും കയറി വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ 3 ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയായിരുന്നു? സെയിൽസ് 3 വർഷങ്ങളിൽ സെയിൽസ് 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ അസറ്റ് 3 വർഷങ്ങളിൽ പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 3 വർഷങ്ങളിൽ അസറ്റ് 5 കോടി രൂപയ്ക്ക് മുകളിൽ പോകാൻ പാടില്ല. ആൻഡ് ദ തേർഡ് വൺ ഈ കൺവേർഷൻ കഴിഞ്ഞിട്ട് 3 വർഷത്തിനുള്ളിൽ അവരുടെ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യാനും പാടില്ല, ഈ പറയുന്ന പോലെ സ്പ്ലിറ്റ് ചെയ്യാനും പാടില്ല. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ കണ്ടീഷൻസ് പറഞ്ഞത്. കഴിഞ്ഞിട്ടില്ല. വിഡ്രോവൽ ഓഫ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 47(13)(b). അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ഈ പറഞ്ഞ കണ്ടീഷൻസ് എപ്പോഴെങ്കിലും നിങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ആ എത്രയാണോ ഓൾറെഡി കിട്ടിയിരിക്കുന്ന ബെനിഫിറ്റ് അത് ടാക്സ് കൊടുക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോക്കി, ദ വിഡ്രോവൽ ഓഫ് എക്സംഷൻ, ദ ബെനിഫിറ്റ് അവൈൽഡ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് ഇൻകം. മനസ്സിലായി? അതായത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും കണ്ടീഷൻസ് വയലേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ദ ബെനിഫിറ്റ് അവൈൽഡ് ഷാൽ ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് ഇൻകം. നേരത്തെ കിട്ടിയിരിക്കുന്ന ആ എക്സംഷൻ എമൗണ്ട് എത്രയാണോ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? നമ്മുടെ ഡീംഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആൻഡ് ദ സെക്കൻഡ് വൺ, ഇയർ ഓഫ് ടാക്സബിലിറ്റി, ദ ഇയർ ഇൻ വിച്ച് ദ കണ്ടീഷൻ 47(6)(b) ആർ വയലേറ്റഡ്. ഏത് വർഷമാണോ ഈ പറഞ്ഞ കണ്ടീഷൻസ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാതെ ആവുന്നത്, മനസ്സിലായി? ആ വർഷം നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ഹൂ വിൽ ബി ലയബിൾ ടു ടാക്സ്? ആരാണ്? നോക്കി, ഫോർ എക്സംഷൻ അവൈലബിൾ ടു ദ കമ്പനി സക്സസർ LLP ആൻഡ് ഫോർ എക്സംഷൻ അവൈലബിൾ ടു ദ ഷെയർ ഹോൾഡർ സച്ച് ഷെയർ ഹോൾഡേഴ്സ്. അല്ലെ, രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ എക്സംഷൻ പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഒന്ന് ക്യാപിറ്റൽ അസറ്റും പിന്നെ ഒന്ന് ആ ഷെയർ ഹോൾഡറിന്റെ ഷെയറും. സോ ഇത് വയലേറ്റ് ചെയ്യുന്ന നേരത്ത് ഓക്കെ കമ്പനിക്ക് കിട്ടിയ എക്സംഷൻ ആര് ടാക്സ് കൊടുക്കണം? LLPക്ക് ടാക്സ് കൊടുക്കണം. ഇനി കമ്പനി ഇല്ല ടാക്സ് കൊടുക്കാൻ. സോ കമ്പനിയാണ് കൺവേർട്ട് ചെയ്ത് LLP ആയത്. സോ കമ്പനിക്ക് എടുത്ത എക്സംഷൻ എത്രയാണോ അത് LLP ടാക്സ് കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിന്റെ എത്രയാണോ എക്സംഷൻ കിട്ടിയത് അത് ആ ഷെയർ ഹോൾഡർ തന്നെ ടാക്സ് കൊടുക്കണം. മനസ്സിലായി? ആൻഡ് ബെനിഫിറ്റ് ഓഫ് ഇൻഡെക്സേഷൻ അവൈലബിൾ അപ് ടു ദ ഇയർ വെൻ സക്സഷൻ ടുക്ക് പ്ലേസ്. മനസ്സിലായി? ഇനി ഭാവിയിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നോക്കി, എപ്പോഴാണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്? അവൈലബിൾ അപ് ടു ദ ഇയർ വെൻ ദ സക്സഷൻ ടുക്ക് പ്ലേസ്. എപ്പോഴാണോ കൺവേർഷൻ നടക്കുന്നത് അതുവരെയുള്ള ഇൻഡെക്സേഷൻ. ആൻഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ ട്രാൻസ്ഫേർഡ് അസറ്റ്സ് ഇൻ ഹാൻഡ്സ് ഓഫ് LLP. കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ 13(b) പ്രകാരമുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് അസറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർ അല്ലേ? ഓക്കെ, സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഈ ക്യാപിറ്റൽ അസറ്റ് സെയിൽ ചെയ്യുന്ന നേരത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഓണറിന്റെ ആയിട്ട് എടുക്കാം. ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ വാല്യൂ അറ്റ് വിച്ച് സച്ച് അസറ്റ്സ് വർ ട്രാൻസ്ഫർഡ് ടു ദ LLP അറ്റ് ദ സെയിം ടൈം ഓഫ് കൺവേർഷൻ. ഈ കൺവേർഷൻ നടക്കുന്ന സമയത്ത് എത്ര രൂപയാണോ വാല്യൂ കണക്കാക്കിപ്പെടുന്നത് അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാവുണ്ടല്ലോ? എപ്പോഴത്തായിരുന്നു കമ്പനി, ദാറ്റ് മീൻസ് കമ്പനി LLP ആയി. ഓക്കെ, ഭാവിയിൽ ഈ LLP ഈ ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന നേരത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എഴുതണം വേണ്ടേ? ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആരുടെ? പ്രീവിയസ് ഓണറിന്റെ, ദാറ്റ് മീൻസ് കമ്പനിയുടെ എടുക്കാം. അല്ലാത്ത പക്ഷം ആരുടെ എടുക്കണം? ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കൺവേർഷൻ നടക്കുന്ന സമയത്തുള്ള വാല്യൂ വേണം ട്രീറ്റ് ചെയ്യാൻ. ആൻഡ് പീരീഡ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് LLP. ഓക്കെ, in any circumstances period of holding starts afresh. In other words, holding period of the previous owner cannot be considered. Okay, ഇത്രയും നേരം പഠിച്ചതിന് എല്ലാത്തിനകത്തും, അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ റീസ്ട്രക്ചറിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് പഠിച്ച എല്ലാത്തിൽ നിന്നും വിപരീതമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. That means period of holding in the hands of LLP. എന്താ? In any circumstances period of holding starts afresh. That means holding period of the previous owner cannot be considered. അല്ലെ, ഇത്രയും നാളെ നമ്മളെല്ലാം പഠിച്ചത് എന്തായിരുന്നു? പീരീഡ് ഓഫ് ഹോൾഡിംഗ് എന്ന് പറയുന്നത് പ്രീവിയസ് ഓണർ തൊട്ടുള്ളത് എടുക്കും എന്നാണ് പഠിച്ചത്. പക്ഷെ ഇതിനകത്താണ് പറയണേ എന്തെടുക്കില്ല? പ്രീവിയസ് ഓണറിന്റെ ഹോൾഡിംഗ് പീരീഡ് എത്രയാണോ അത് നമ്മൾ നോക്കില്ല. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. അലോക്കേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ദ ഇയർ ഓഫ് കൺവേർഷൻ അറിയാലോ. ഓക്കെ, LLP അല്ലെങ്കിൽ കമ്പനി LLP ആവുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം? നോർമലി പറഞ്ഞതുപോലെ ഇൻ ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ഡേയ്സ് ടു വിത്ത് ദ അസറ്റ്സ് ആർ യൂസ്ഡ് ബൈ ദം. എത്ര ദിവസം കഴിഞ്ഞിട്ടാണോ കൺവേർഷൻ നടക്കുന്നത് അത്രയും ദിവസം കമ്പനിക്കും അത് കഴിഞ്ഞിട്ടുള്ള ദിവസം LLPക്കും ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം. ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ലോസസ് ഓഫ് കൺവേർഷൻ ഇൻ ടു ദ ലിമിറ്റഡ്. അതായത് ഈ പറയുന്ന പോലെ കമ്പനിയുടെ കൈവശം അല്ലെങ്കിൽ കമ്പനിക്ക് എന്തുണ്ടെങ്കിൽ ഈ ക്യാരി ഫോർവേഡ് ലോസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കണേ. ഓക്കെ,
where a private company or unlisted company is succeeded by a limited liability partnership firm fulfilling the condition laid down in the provision. നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ പ്രൊവിഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ the accumulated loss and unabsorbed depreciation of the predecessor concerned shall be deemed to be the loss or allowance of the depreciation of the successor firm for the purpose of previous year in which the recognition of business was affected. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് കഴിഞ്ഞ കണ്ടീഷൻസ് പറഞ്ഞതുപോലെ 8 വർഷം ക്യാരി ഫോർവേഡ് ചെയ്യാം. സോ ചുരുക്കം പറഞ്ഞാൽ കണ്ടീഷൻസ് ഏത് പ്രകാരം 47(13)(b) പ്രകാരമുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ കമ്പനിയുടെ ലോസോ കാര്യങ്ങളോ ആർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം? ഈ പറയുന്ന LLPക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ LLP അത് എത്ര വർഷം വരെ? 8 വർഷം വരെ എന്ത് ചെയ്യാം? അത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ആൻഡ് എഫക്റ്റ് ഓൺ നോൺ കംപ്ലയൻസ് ഓഫ് കണ്ടീഷൻസ് അറിയാലോ. ഈ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഇത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീംഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഈ പറയുന്ന കണ്ടീഷൻസ് എപ്പോഴെങ്കിലും വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി അവൈൽ ചെയ്തിരിക്കുന്ന എക്സംഷൻ അല്ലെങ്കിൽ ആ എക്സംഷൻ ബെനിഫിറ്റ് എത്രയാണോ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഡീംഡ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബിസിനസ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന കാര്യത്തിനകത്ത് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഇനി ലാസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടിയുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ ബൈബാക്ക് ഓഫ് ഓൺ ഷെയർ ഓർ അതർ സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ്. കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് സ്വന്തം ഷെയർ തന്നെ തിരിച്ചു വാങ്ങിക്കുന്ന പ്രോസസ് ബൈബാക്ക്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, ബൈബാക്ക് ഓഫ് സ്പെസിഫൈഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് ഈസ് എ ട്രാൻസ്ഫർ ഫോർ ഇറ്റ്സ് ഹോൾഡർ ആൻഡ് ഷാൾ ബി ട്രീറ്റഡ് ആസ് അണ്ടർ. എങ്ങനെയാ? സെയിൽ കൺസിഡറേഷൻ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ സെക്യൂരിറ്റി ഹോൾഡർ ഫ്രം ദ കമ്പനി. ആൻഡ് ദ സെക്കൻഡ് വൺ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആസ് യൂഷ്വൽ. എത്ര രൂപയ്ക്കാണോ ഈ ഷെയർ ഹോൾഡർ കമ്പനിയിൽ നിന്ന് ഷെയർ വാങ്ങിച്ചത് അത്രയും എമൗണ്ട്. ആൻഡ് ടാക്സബിൾ ഇൻ ദ ഇയർ വെൻ സച്ച് സെക്യൂരിറ്റീസ് ആർ പർച്ചേസ്ഡ് ബൈ ദ കമ്പനി. എപ്പോഴാണോ ഇത് പർച്ചേസ് ചെയ്യുന്നത്? ദാറ്റ് മീൻസ് നോർമൽ പ്രൊവിഷൻസ്. മനസ്സിലായി? യാതൊരുവിധ മാറ്റമില്ല. ഒന്നും കൂടെ നോക്കി, സെയിൽ കൺസിഡറേഷൻ ആയിട്ട് കമ്പനി എത്ര രൂപയാണോ കൊടുത്തത് അത്രയും. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എത്ര രൂപയ്ക്കാണോ അവർ ഇത് വാങ്ങിച്ചത് അത്രയും. എപ്പോഴാണ് അത് ടാക്സബിൾ ആവണേ? ഏത് വർഷമാണോ കമ്പനി ഷെയർ പർച്ചേസ് ചെയ്യുന്നത് ആ വർഷം ടാക്സബിൾ ആവും. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല അല്ലെ, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ ഒരു ചെറിയൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് എ ബൈബാക്ക് ഓഫ് ഷെയർസ് any income or capital gain in hands of shareholder is exempted under section 10(34)(a). അതായത് ഈ ബൈബാക്ക് കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇൻകമോ ക്യാപിറ്റൽ ഗെയിനോ ഷെയർ ഹോൾഡർക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഷെയർ ഹോൾഡർക്ക് സെക്ഷൻ 10(34)(a) പ്രകാരം എന്താണ്? എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് ഇൻകം ആണ്, ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം അത് ആര് ചെയ്യണം? നോക്കി, however company listed or unlisted itself is liable to pay additional tax at the rate of 20% under section 115(qa). സോ ഇങ്ങനെ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ആര് ടാക്സ് കൊടുക്കണം? കമ്പനി ടാക്സ് കൊടുക്കണം. എത്ര ശതമാനം? 20%, സെക്ഷൻ 115(qa) പ്രകാരം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ അതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.